പ്രിയപ്പെട്ടവരെ, കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രഭാഷകനും സാമൂഹ്യ രാഷ്ട്രീയ നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട KN ഖാദർ സാഹിബാണ്. അദ്ദേഹം ഏറെ നേരമായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനു മുമ്പായി പുതിയ തലമുറയ്ക്കും ഒരുപക്ഷെ കുട്ടേട്ടനെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി വളരെ ഹ്രസ്വമായി ആരായിരുന്നു കുട്ടേട്ടൻ എന്ന കേട്ടറിവിൻ്റെയും വായിച്ചറിവിൻ്റെയും വെളിച്ചത്തിൽ അല്പം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ പൂങ്കുടിൽ മനയുടെ മഹത്തായ മതേതര മാനവിക പാരമ്പര്യം ഇവിടെ പല രീതിയിലും പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രശസ്തമായ നാറാണത്ത് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ ഒരു കൈവഴിയായി നിലനിൽക്കുന്ന ഈ പൂങ്കുടിൽ മന ഇവിടെ പരമ്പരയായി മനോരോഗ ചികിത്സ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് 2006 വിട പറഞ്ഞു പോയ കുട്ടേട്ടൻ എന്ന നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹം ഒരു ചികിത്സകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ ഒരു ചികിത്സകന് കൂടിയായി മാറുന്ന രീതിയിൽ ഇവിടെ ഒരു ജീവിതം നമുക്ക് മുമ്പിൽ ജീവിച്ച് കടന്നുപോയത്. മഞ്ചേരിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും പലതിൻ്റെയും എല്ലാം ഒരു സ്രോതസ്സ് ആയിരുന്നു പ്രിയപ്പെട്ട കുട്ടേട്ടൻ. കലയ്ക്ക് മുമ്പുണ്ടായിരുന്ന രാമേന്ദ്രൻ വക്കീലടക്കം നേതൃത്വം കൊടുത്ത സഹൃദയയുടെ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം. പക്ഷേ മനോരോഗ ചികിത്സകൻ എന്നുള്ള രീതിയിൽ ഒരു പാരമ്പര്യ ചികിത്സക്കപ്പുറത്തേക്ക് അദ്ദേഹം അതിനെ ആധുനികമാക്കുന്ന രീതിയിൽ ആ ചികിത്സാ സമ്പ്രദായത്തെ പരിഷ്കരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. മനസ്സിൻ്റെ ചാക്രിക സഞ്ചാരത്തിനിടയിൽ താളം തെറ്റിയ മനുഷ്യരെ പാരമ്പര്യ ചികിത്സയിലൂടെ സ്നേഹചാലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു ചികിത്സാ രീതി നടത്തിയ ഒരു പാരമ്പര്യമാണ് ഈ മനയ്ക്കുള്ളത്. പക്ഷെ കുട്ടേട്ടൻ അതിനപ്പുറത്ത് സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ കഥകളിയും മാപ്പിളപ്പാട്ടും യക്ഷഗാനവും അങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള കലാരൂപങ്ങളിൽ അതിൽ ആഴത്തിൽ പരിജ്ഞാനം നേടുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ഈ കലാരൂപങ്ങളെ മനുഷ്യ മനസ്സിൻ്റെ ചികിത്സയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നേടിയ ഒരു വ്യക്തിയായിരുന്നു. അസാധാരണനായ ഒരു വായനക്കാരൻ, ആഴവും പരപ്പുമുള്ള ഒരു വായനക്കാരൻ. അദ്ദേഹം നല്ലൊരു നിരൂപകനും കൂടിയായിരുന്നു. പലരും ധരിച്ച പോലെ അദ്ദേഹം ചികിത്സ ശാസ്ത്രീയമായി പഠിച്ച ഒരാളല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം BSc ഫിസിക്സ് പഠിച്ച ഒരു മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം MA ഇംഗ്ലീഷ് പഠിച്ചു. ബ്രണ്ണൻ കോളേജിലും ദേവഗിരി കോളേജിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം. ബ്രണ്ണൻ കോളേജിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു പ്രശസ്തനായ MN വിജയൻ സാർ. ബ്രണ്ണൻ കോളേജിൽ അദ്ദേഹത്തിൻ്റെ സഹമുറിയനായി ഹോസ്റ്റലിലെ ഒരു സഹപാഠിയായിരുന്നു മറ്റൊരു വിജയനായ സാക്ഷാൽ പിണറായി വിജയൻ. ഈ 2 വിജയന്മാരുമായുള്ള അദ്ദേഹത്തിൻ്റെ സാമീപ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ ഏറെ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഈ മനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന താലപ്പൊലി ഉത്സവത്തെ അതിന് ഒരു ഉത്സവം എന്നതിനപ്പുറത്തേക്ക് മനഃശാസ്ത്ര സെമിനാർ കൂടി അതിലേക്ക് ചേർത്തുകൊണ്ട് ഒരു ഉത്സവത്തെ എങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായമാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഗവേഷണമാക്കി മാറ്റാം എന്നുള്ള അന്വേഷണം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്ന വിഷയം, അദ്ദേഹം ഇടപെട്ട പല സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറഞ്ഞു കേട്ടതിൽ നിന്ന് മനസ്സിലായതാണ്, മനഃശാസ്ത്രത്തെയും സാമൂഹ്യ ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടൂളുകൾ എന്താണ്, ഉപകരണങ്ങൾ എന്താണ്. കാരണം മനുഷ്യൻ്റെ സമനില താളം തെറ്റാൻ അത് ഒരു രോഗം മാത്രമല്ല, അത് സാമൂഹ്യമായ ചില വ്യതിചലനങ്ങൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം, പ്രത്യയശാസ്ത്രത്തിലും വിശ്വാസ സംഹിതകളിലും ഭ്രംശങ്ങൾ സംഭവിക്കുമ്പോൾ
മനുഷ്യൻ്റെ മനസ്സ് ചിലപ്പോൾ ഉന്മാദത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഈ ഒരു താളം തെറ്റിയ ഉന്മാദം ബാധിച്ച മനസ്സിനെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഉപകരണം കൂടി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ കലയുടെയും സംസ്കാരത്തിൻ്റെയും ഉപകരണങ്ങളോട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. അത്തരത്തിലുള്ള ഗവേഷണങ്ങളും അദ്ദേഹത്തിലുള്ള സെമിനാറുകളുമാണ് അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നത്. മനയിലേക്ക് വരുന്ന എല്ലാവർക്കും ഭക്ഷണ സമയത്താണെങ്കിൽ ഭക്ഷണം കൊടുക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷ പുലർത്തിയിരുന്നു എന്ന് ദേവേട്ടനോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ദേവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദേവേട്ടൻ അതിനെക്കുറിച്ച് രസകരമായ രീതിയിലൊരു കുറിപ്പ് സ്മരിച്ചുകൊണ്ട്, കുട്ടേട്ടനെ സ്മരിച്ചുകൊണ്ട് എഴുതിയതിൽ ദേവേട്ടൻ പറയുന്നുണ്ട്, കുട്ടേട്ടൻ പറയാറുണ്ടായിരുന്നു, ദരിദ്രനാരായണന്മാരും ശ്രീനാരായണന്മാരും ഒന്നാണെന്ന അദ്വൈത ഭാവന, അതാണ് നമ്മൾ പുലർത്തേണ്ടത്. അതുകൊണ്ട് ഭക്ഷണം എല്ലാ മനുഷ്യർക്കും പറ്റാവുന്ന വിധത്തിൽ കൊടുക്കണം. അതിൻ്റെ ഒരു പിന്തുടർച്ച കൂടിയാണ് മഴനിലാവിലെ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന ഈ കഞ്ഞിയും പുഴുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അസാധാരണമായ രൂപത്തിൽ ചികിത്സയെയും അതുപോലെ തന്നെ കലാരൂപങ്ങളെയും ഉത്സവത്തെയുമെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ജീവിച്ച മനുഷ്യൻ. അദ്ദേഹം വലിയൊരു സംഗീതപ്രേമിയായിരുന്നു. അദ്ദേഹം നല്ല കഥകളി ഭ്രാന്തനായിരുന്നു. ചെണ്ടമേളമുള്ള സ്ഥലങ്ങളിലേക്ക്, വെടിക്കെട്ട് നടക്കുന്ന ഉത്സവ പറമ്പുകളിലേക്ക് എല്ലാം നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച, മതേതര സംസ്കാരം ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എഴുത്തുകാരൻ പി. സുരേന്ദ്രൻ കുറിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രതിഭയുള്ളവരിൽ, കലയുള്ളവരിലും അല്പം ഉന്മാദമുണ്ടാകും, ഉന്മാദത്തിൻ്റെ അംശമുണ്ടാകും. ഉന്മാദം ഒരു കലയുടെയും പ്രതിഭയുടെയും കൂടി പ്രതിഫലനമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യർ മറ്റൊരു രീതിയിൽ ഉന്മാദികളാണ്. കാരണം അവർ ഒരു നല്ല ലോകത്തെ സ്വപ്നം കാണുന്നു. ഈ മുറ്റത്തിരുന്നു കൊണ്ട് വിഭാഗീയതകളില്ലാത്ത മതേതര ചിന്തയും മാനവികതയുമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ് ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ചെറുകാട് പറഞ്ഞ പോലെ സ്വന്തം മുരിങ്ങാച്ചോട്ടിൽ നിന്നുകൊണ്ട് കാണുന്ന ആകാശം പോലെ നമ്മളൊക്കെ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് വലിയ ഒരു ആകാശം സ്വപ്നം കാണുകയാണ്. കുട്ടേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് ആ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നമ്മൾ 10ാമത്തെ മഴനിലാവ് തൊട്ടാണ് ആരംഭിച്ചത്. കുട്ടേട്ടൻ പ്രതിദാനം ചെയ്ത, കുട്ടേട്ടൻ ഇടപെട്ട മേഖലകളിലെ പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണത്തെ കാണുന്നത്. ഇന്ന് ഈ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട KNR ഖാദർ അവർകളാണ്. ആ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാ വ്യക്തികളും വിശിഷ്ടരാണ്. അതുകൊണ്ട് വിശിഷ്ട വ്യക്തികളെ എന്ന് പ്രത്യേകമായി അഭിസംബോധന ചെയ്യേണ്ടതില്ല. എൻ്റെ മാന്യ സ്നേഹിതരും സഹോദരന്മാരും സഹോദരിമാരും പ്രതിഭാശാലികളുമായ കുറേ പേർ ചേർന്ന് ആദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പരേതനായ ശ്രീ TP രാമചന്ദ്രൻ്റെ പാവന സ്മരണകളെ ഒരിക്കൽ കൂടി അയവിറക്കിക്കൊണ്ട് കലയുടെ 12ാം വാർഷിക ആഘോഷത്തിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന കുട്ടേട്ടൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി നമുക്ക് സുപരിചിതമായ ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിലും ഈ അവസരമുണ്ടാക്കി തന്നതിലും ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു. എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. മുല്ല നസറുദ്ദീൻ ഒരു ദിവസം ഒരു പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, രണ്ടുപേരും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ പ്രഭാഷണം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ 3ാമത്തെ പ്രഭാഷണമാണ് ഏറ്റവും നന്നായത്.
അപ്പോൾ പത്നി ചോദിച്ചു, ഒരു പ്രഭാഷണത്തിനല്ലേ പോയത്, പിന്നെ ഏതാ 3? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രഭാഷണം ഞാൻ പോകുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് മനസ്സിൽ കരുതിയ പ്രഭാഷണം നമ്പർ 1, ഞാൻ ശരിക്കും നടത്തിയ പ്രഭാഷണം 2, 3-ാമത്തെ പ്രഭാഷണം ഞാൻ മടങ്ങി വരുമ്പോൾ എങ്ങനെ സംസാരിക്കണമായിരുന്നു എന്ന് എൻ്റെ മനസ്സിലുണ്ടായ പ്രഭാഷണം. അതുകൊണ്ട് ആ 3-ാമത്തെ പ്രഭാഷണമാണ് ഏറ്റവും നന്നായത്. നിങ്ങളെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കും ആ 3-ാമത്തെ പ്രഭാഷണമായിരിക്കും നന്നാവുക എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ അതിമനോഹരമായ പല സംഭവങ്ങളും ചെറിയ ചെറിയ രീതിയിൽ അരങ്ങേറി. ഇനി അതിനേക്കാൾ മനോഹാരിത വർദ്ധിക്കാൻ പോവുകയാണ്. ഈ മഴ നിലാവ് എന്ന നാമധേയം തന്നെ ഇതിൻ്റെ ഒരു സ്ഥാപകനായ രാമചന്ദ്രൻ വക്കീലിൻ്റെ ഓർമ്മയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹാദരവുകളും മറ്റും മഴയായും നിലാവായും കലയുടെ മേൽ വർഷിക്കുന്ന ഒരു ദിവസമാണിത്. തീർച്ചയായും ഈ നല്ല സന്ദർഭത്തിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന കുട്ടേട്ടനെക്കുറിച്ച് കുറേയേറെ പറയുവാൻ ഞാൻ പ്രാപ്തനല്ല, പറയണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ ആമുഖത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം കലയെ, സംഗീതത്തെ, നൃത്തങ്ങളെ, എഴുത്തിനെ, സംസ്കാരത്തെ എല്ലാം ഔഷധങ്ങളായി ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ സൈക്കോളജി, സമൂഹത്തെ അദ്ദേഹം ചികിത്സിച്ചിരുന്നു. ഓരോ പേഷ്യൻറ്റിനെ അല്ല, സമൂഹത്തെ അദ്ദേഹം ചികിത്സിക്കുന്നതിനുള്ള ഉപാധികളായി അദ്ദേഹം തിരഞ്ഞെടുത്തത് കലയും ശാസ്ത്രവും സംസ്കാരവും ഒക്കെ ആയിരുന്നു. അത് ഏറ്റവും ഒരു പുതിയ ഒരു സംഭവമാണത്. സാധാരണഗതിയിൽ സമൂഹം ചികിത്സിക്കപ്പെടേണ്ടതുണ്ട്, അതിനനുയോജ്യമായ ചികിത്സ കലയാണ് എന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുപോലെ ഇവിടെ പ്രതിപാദിച്ച മതനിരപേക്ഷമായ മതേതരമായ ചിന്താഗതി അദ്ദേഹം വെച്ചു പുലർത്തി. ഈ പൂങ്കുടിൽ മനയുടെ മുറ്റം ഇന്ന് ഈ കലയുടെ മഴനിലാവ് നടക്കുമ്പോൾ മതനിരപേക്ഷതയുടെ, പരസ്പര ഐക്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി മാറി. ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ ദേശം ഈ പൂങ്കുടിൽ മനയുടെ മുറ്റമായി തീരട്ടെ എന്ന ആഗ്രഹമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതുപോലെയായിരുന്നു ഈ രാജ്യം, അല്ലെങ്കിൽ ഇതുപോലെയാണ് ഈ രാജ്യം ആകേണ്ടിയിരുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ക്യാൻവാസിൽ വരക്കപ്പെട്ട ചിത്രം ബഹുസ്വരതയാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. മതനിരപേക്ഷത, സെക്കുലർ എന്നൊക്കെ പറയുമ്പോൾ മതങ്ങൾക്കിടയിൽ വിവേചനമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് മതനിരപേക്ഷത എങ്കിൽ, ബഹുസ്വരത അതിനേക്കാൾ വിശാലമായൊരു ക്യാൻവാസിൽ വരക്കപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അതായത് മതവും ജാതിയും വംശവും വർഗവും ലിംഗവും ഭാഷയും വേഷവും പ്രാദേശികതയും ആഹാര രീതിയും വസ്ത്രധാരണ രീതിയും എല്ലാം ഉൾക്കൊള്ളുന്ന സർവ്വതും ഒന്നുചേരുന്നൊരു മഹാസമുദ്രമാണ് വാസ്തവത്തിൽ ബഹുസ്വരത എന്ന് വേണമെങ്കിൽ പറയാം. ആ ബഹുസ്വരത എന്ന് പറയുന്നത് ഈ മതേതരത്വത്തിൻ്റെ തന്നെ ഒരു വികസിത രൂപമാണ്. ദേശം ഇപ്പോൾ ഓഷോ രജനീഷ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അദ്ദേഹത്തിൻ്റെ കോളേജിൽ എല്ലായ്പ്പോഴും പാടാറുണ്ടായിരുന്നു കുട്ടികൾ അസംബ്ലിയിലൊക്കെ. അപ്പം അദ്ദേഹം അതിനെതിരായി ചില പ്രതിഷേധങ്ങൾ അവിടെ നടത്തി. അപ്പോൾ പ്രിൻസിപ്പൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ എന്ന് പറയരുത്, എല്ലാ സ്ഥലവും നല്ലതാണ്, ഈ ഭൂമി ആകെ നല്ലതാണ്, എല്ലാ മനുഷ്യരും നല്ലവരാണ്, പിന്നെ ഇവിടെ മാത്രം സാരേ ജഹാൻ സെ അച്ഛ എന്ന് നമുക്ക് പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നയനം ചിന്നന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യപ്പോ ന ശോഷയതി മാരുത എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മാവാണ്, അനശ്വരനായ ആത്മാവാണ്. കത്തി കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല,
വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല, കാറ്റുകൊണ്ട് ഉണക്കാനാവില്ല. ബിക്കോസ് ഐ ആം ആൻ എറ്റേണൽ സോൾ. അപ്പോൾ നമ്മളെല്ലാവരും ആത്മാക്കളാണെന്ന് സങ്കല്പിച്ചാൽ നമുക്കിടയിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ആണില്ല, പെണ്ണില്ല, മങ്കടക്കാരില്ല, മലപ്പുറത്തുകാരില്ല, ഒരു ജില്ലക്കാരുമില്ല, ഒരു രാജ്യക്കാരുമില്ല. എല്ലാം മനുഷ്യാത്മാക്കളാണ് എന്നൊരു കൺസെപ്റ്റാണ് ഗീത പോലും മുന്നോട്ട് വെക്കുന്നത്. എല്ലാവരും തുല്യരാണ്, എല്ലാവരും മനുഷ്യ ആത്മാക്കളാണ്. ഈ ആത്മാവ് പരമാത്മാവിൽ ചെന്ന് ചേരേണ്ടതാണ്, അവിടെ നിന്ന് വന്നതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെറും ഒരു ആധ്യാത്മിക കൺസെപ്റ്റ് മാത്രമല്ല, അത് ഏറ്റവും വലിയ ഒരു ബഹുസ്വര മാനുഷികതയുടെ, മാനവികതയുടെ ഒരു കൺസെപ്റ്റാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ട് ഇത് മാറണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ധീരോദാത്തമായ പ്രക്ഷോഭങ്ങളിലൂടെ മോചിതമായ ഒരു പ്രദേശമാണെന്ന് നമുക്കറിയാം. ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന ധീരോദാത്തമായ സമരങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാരായ ആളുകൾ ഇന്ത്യക്കകത്തു നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതിനപ്പുറത്ത് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള മറ്റ് രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതുപോലെ ഹിറ്റ്ലർ പോലും മാപ്പ് ചോദിച്ചൊരു മലയാളി ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിനെ പോലെ ഒരു ഭരണാധികാരി മാപ്പ് ചോദിച്ചു ഒരു മലയാളിയോട്. ആ മലയാളിയോട് മാപ്പ് അത് ആ മലയാളി തിരുവനന്തപുരത്തുകാരനായ ചെമ്പകരാമൻ പിള്ളയാണ്. ചെമ്പകരാമൻ പിള്ള ഈ സുഭാഷ് ചന്ദ്രബോസ് ചെയ്തതുപോലെ ബർലിനിൽ പോയി, ജർമ്മനിയിൽ പോയി, ഹിറ്റ്ലറുടെ നാട്ടിൽ പോയി ബർലിൻ കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ സരോജിനി നായിഡുവിൻ്റെ ബ്രദർ ചതോപാധ്യായ എന്ന് പറഞ്ഞ ആൾ, ചതോ എന്ന് ചുരുക്കപ്പേരിൽ എല്ലാവരും വിളിച്ചിരുന്ന ആ ചതോപാധ്യായും ഈ ചമ്പകരാമൻ പിള്ളയും മറ്റു ചിലരും ചേർന്ന് ബർലിൻ കോൺഫറൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഹിറ്റ്ലർ അന്ന് ഒന്നാമത്തെ പദവിയിൽ എത്തിയില്ല, അതിൻ്റെ താഴെയുള്ള ഒരാളാണ്. ആ സന്ദർഭത്തിൽ ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്നേഹിതന്മാരൊക്കെ ചമ്പകരാമൻ പിള്ളയുടെയും സ്നേഹിതന്മാരായിരുന്നു. ഒരു ദിവസം ഹിറ്റ്ലർ പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാത്തത് അവിടുത്തെ ആളുകളിൽ ആര്യരക്തം ഇല്ലാത്തത് കൊണ്ടാണോ? ഇത് രാമൻ പിള്ളയെ ചൊടിപ്പിച്ചു. രാമൻ പിള്ള ഉടനെ ഹിറ്റ്ലർക്ക് കത്തെഴുതി 3 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിച്ച് മാപ്പ് പറയണം. ദാറ്റ് ഹാസ് ബീൻ ഡൺ ബൈ ഹിറ്റ്ലർ എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമാണ്. നമുക്ക് സങ്കല്പിക്കാനേ കഴിയുക ഹിറ്റ്ലർ ഒരാളോട് മാപ്പ് പറയാൻ. പക്ഷേ ആ ഹിറ്റ്ലർ പിന്നെ ഭരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവികളിൽ എത്തിച്ചേർന്നപ്പോൾ രാമൻ പിള്ളയെ കൊലപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പോയിസൺ മറ്റ് സംഗതികളൊക്കെ നടത്തി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ആ ചമ്പകരാമൻ പിള്ളയെ പോലുള്ള ആളുകൾ നമ്മുടെ ദേശസ്നേഹികളായ നമ്മുടെ സഹോദരന്മാരായിരുന്നു. അതുപോലെ ഈ മദ്രാസിലുണ്ടായിരുന്ന ഒരു ചെട്ടിയാർ, ഒരു സ്വർണ്ണ ബിസിനസ്സുകാരനുണ്ടായിരുന്നു. വലിയ ധാരാളം സ്വർണ്ണങ്ങൾ വിപണനം ചെയ്തിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സരസ്വതി രാജാമണി എന്ന് പറഞ്ഞൊരു പുത്രി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സരസ്വതി രാജാമണി ഈ കുടുംബത്തെയും അവരുടെ കുടുംബത്തെയും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് നാട് കടത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് വലിയ ബിസിനസ്സുകാരനാണ്, എമ്പാടും പണമുണ്ട്. അദ്ദേഹം ബർമ്മയിലായിരുന്നപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസ് അവിടെ പോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബർമ്മയിൽ പോയി ഇന്ത്യക്കാരായ ആളുകളുടെ കോൺഫറൻസ് അദ്ദേഹം വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിൽ സാമ്പത്തിക സഹായം എല്ലാവരോടും ആവശ്യപ്പെട്ടു. ആയുധങ്ങൾ വാങ്ങാനും മറ്റു കാര്യങ്ങളും സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സംഭാവന ചെയ്തു. അപ്പോൾ സരസ്വതി രാജാമണി 17 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അവൾ ആവേശഭരിതയായി തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സകല സ്വർണ്ണാഭരണങ്ങളും ഊരി ഒരു മുണ്ടിൽ കെട്ടിയിട്ട് സുഭാഷിൻ്റെ മുമ്പിൽ വെച്ചു. സുഭാഷ് ഇതിന് അത്ഭുതപ്പെട്ടു. എന്താ ഈ ചെയ്യുന്നത്? ഇത്രയധികം ആഭരണവും ഉണ്ട് ആ പെണ്ണിന്. 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് യോഗം കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, മോളെ നീ പോകരുത് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ആ പെൺകുട്ടിയുടെ കൂടെ അവരുടെ വീട്ടിൽ പോയി അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകളല്ലേ? അതെ, ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ വെച്ച് അവൾ സംഭാവന തന്നാണ് ഈ ആഭരണങ്ങൾ മുഴുവൻ. അവൾക്ക് 17 വയസ്സല്ലേ ആയുള്ളൂ. അത് ഒരു അബദ്ധം ചിലപ്പോൾ അവൾക്ക് പറ്റിപ്പോയതാവും, അതുകൊണ്ട് അങ്ങ് ഇതിവിടെ വെക്കണം, ഇതെനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാ, കൂട്ടിക്കൊണ്ട് പോയിട്ടൊരു അലമാരി തുറന്ന് കാണിച്ചു കൊടുത്തു. ഇനി എത്ര സ്വർണം വേണമെന്ന് ചോദിച്ചു. ഇനി എത്ര രൂപ വേണം, എത്ര സ്വർണം വേണം? ഇതെൻ്റെ മകൾക്ക് ഞാൻ കൊടുത്ത, യു ടേക്ക് ഇറ്റ്, കൂടുതൽ വേണമെങ്കിൽ പറയുമെന്ന് പറഞ്ഞു.
ആ സരസ്വതി രാജാമണി പിന്നെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥ വന്നു. എല്ലാം നശിച്ചുപോയി. തമിഴ്നാട്ടിൽ മദ്രാസിൽ വന്നിട്ട് വളരെ വാർദ്ധക്യം ബാധിച്ച് ദരിദ്രയായി ജീവിക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അങ്ങനെ ഒരു പെണ്ണ് ഇവിടെ സ്ത്രീ ഇവിടെ വാർദ്ധക്യം ബാധിച്ച് കഷ്ടപ്പാട് സഹിക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരുള്ള വേദിയിൽ വന്നപ്പോൾ അവർ വന്നത് മറ്റേ മിലിറ്ററി വേഷമൊക്കെ ധരിച്ചിട്ട് സുഭാഷിൻ്റെ ലെഫ്റ്റനൻ്റായിട്ടാണ് അവർ വന്നത്. ആ വയസ്സുകാലത്തും ആ പഴയ ഡ്രസ്സ് ധരിച്ച് വന്ന് അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം നേടിയ ഒരു നാടാണ് എൻ്റെ നാട്. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് പറഞ്ഞത്, നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏറ്റുമുട്ടാൻ കാരണം. നമ്മളെ പണം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മളെ നെല്ല് ജന്മിമാരെ തീറ്റാനാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിലും ഇപ്പോൾ മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് പോലുള്ള ആളുകൾ ഇങ്ങനെ ഇവരെല്ലാവരും നമ്മളെ ധീരോദാത്തമായ സ്വാതന്ത്ര്യ സമരങ്ങളുടെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ. ആ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടനയിൽ മതേതരത്വവും ജനാധിപത്യവും വളരെ പ്രധാനമായിട്ട് ഉള്ള ഒരു ഭരണഘടനയാണ്. വാട്ട് യു മീൻ ബൈ ഡെമോക്രസി എന്ന് മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ഒരു സ്കൂളിലെ കുട്ടികൾ ചോദിച്ചു. ഗാന്ധി അവിടെ സന്ദർശിച്ചപ്പോൾ കുട്ടികളോട് മഹാത്മാഗാന്ധി പറഞ്ഞു, ബാപ്പുജി വാട്ട് യു മീൻ ബൈ ഡെമോക്രസി എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളോട് ബാപ്പുജി പറഞ്ഞു, കുട്ടികളെ, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാകാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന അറിയലാണ് ഡെമോക്രസി. ഒറ്റക്ക് ഓടിയാൽ ആരും ഒന്നാമനാവില്ല. അതിനേക്കാളും നല്ലൊരു ഡെഫിനിഷൻ ഏതാ? ഒറ്റക്ക് ഓടിയാൽ ആരും ഒന്നാമനാവില്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശമാണ്. മെജോറിറ്റേറിയനിസം അല്ല. മെജോറിറ്റേറിയനിസം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഡെമോക്രസി. മെജോറിറ്റേറിയനിസം ഭൂരിപക്ഷാധിപത്യമാണ്, അതല്ല. വ്യത്യസ്തനായിരിക്കുവാനുള്ള അവകാശമാണ്. ഒരാൾക്കെങ്കിലും ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ വ്യത്യസ്തനായിരിക്കാൻ അയാൾക്ക് അവകാശമുണ്ട് എന്ന് മാത്രമല്ല സുരക്ഷിതനായിരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഗാന്ധിജിയും അംബേദ്കറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി ഉണ്ട്. ശ്രീധരൻ നായർ വക്കീലൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, പൗരാവകാശങ്ങളുണ്ട്. അതെല്ലാം സംരക്ഷിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു വലിയ ജനസമൂഹമാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അതാണ് എൻ്റെ ദേശം. അതുകൊണ്ട് ഐ ആം പ്രൗഡ് ഓഫ് ഇന്ത്യ. ബീയിങ് ആൻ ഇന്ത്യൻ ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ് എന്ന് തോന്നുന്ന ഒരവസരമാണ്. അപ്പോൾ ഈ ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റിയും ലിബർട്ടി ഉണ്ട്. എല്ലാ വക്കീലന്മാർക്കും അറിയാം. ഇക്വാലിറ്റി ഡിനൈ ചെയ്താൽ യു ക്യാൻ അപ്രോച്ച് എ കോർട്ട്. കോടതി പറയും ആ തുല്യത ഈ പൗരന് വകവെച്ച് കൊടുക്കണം. അതുപോലെ ലിബർട്ടി, ഫ്രീഡം കർട്ടൈൽ ചെയ്താൽ കോടതി പോയാൽ കോടതി പറയും ഇയാളുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം. ബട്ട് വാട്ട് അബൌട്ട് ഫ്രട്ടേണിറ്റി? ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യമാണ്. മോഹൻദാസ് വക്കീലും മുസാഫർ ഇരുമ്പുഴിയൊക്കെ എൻ്റെ സഹോദരനായി എന്നെ കാണുന്നില്ല, അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവരോട് കൽപ്പിക്കണം എന്നെ കൂടി സഹോദരനായി കരുതാനെന്ന് പറഞ്ഞാൽ അതിനൊരു വഴിയില്ല. കോടതി ഒരു നിയമപ്രകാരം സഹോദരനാക്കിയെടുക്കാൻ വഴിയില്ല. ദെൻ വൈ ദർ ഈസ് എ ഫ്രട്ടേണിറ്റി? എന്തിനാണ് പിന്നെ ഒരു സാഹോദര്യം? ആ സാഹോദര്യം ഒരു ഫ്രിക്ഷൻ ഉണ്ട് ഇക്വാലിറ്റിയും ലിബർട്ടിയും തമ്മിൽ. ഈക്വലാണ് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണെങ്കിൽ സംതിങ് വിൽ ബി മിസ്സിങ്. എല്ലാവരും സ്വതന്ത്രരാണെന്ന് പറഞ്ഞാൽ സംതിങ് വിൽ ബി മിസ്സിങ്. അപ്പോൾ ദർ ഈസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി. അത് പരിഹരിക്കാനുള്ള ഒരു സാൻഡ്വിച്ചായിട്ട്, ഒരു ഷോക്ക് അബ്സോർബറായിട്ട് അംബേദ്കർ അതിനകത്ത് ഫിറ്റ് ചെയ്താണ് ഈ ഫ്രട്ടേണിറ്റി. അതുകൊണ്ട് വി മസ്റ്റ് ബി ഫ്രട്ടേണൽ, ഈച്ച് അതർ ഫ്രട്ടേണൽ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉപജ്ഞാതാക്കൾ എത്ര കണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ ഒരു ഭരണഘടന കൂടിയാണ്. ഈ ഭരണഘടന അസംബ്ലി ആരംഭിച്ചത്, ആദ്യമായി വിളിച്ചു കൂട്ടപ്പെട്ടത് 1946 ഡിസംബർ 9 ഡിസംബർ 13 ചേർന്ന യോഗത്തിൽ വെച്ചാണ് ബാബു രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ ചെയർമാനാക്കി മാറ്റിയത് അസംബ്ലിയുടെ. ആ ഭരണഘടനാ സമിതി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം 1949 നവംബർ 26 49 നവംബർ 26 റിപ്പബ്ലിക് ഡേ. പിന്നെ ജനുവരി 50 അങ്ങനെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ
മതേതരം സെക്യുലറായിരിക്കുന്നതിന്, ജനാധിപത്യപരമായിരിക്കുന്നതിന്, എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് എന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പിന്നെ ഒരു നിയമസഭാ സാമാജികനായി പ്രവർത്തിച്ചിരുന്ന ഒരിക്കൽ ഞങ്ങളൊരു നിയമസഭാ സാമാജികരുടെ ഒരു സംഘം ഒരു ടൂറിന് പോയി. ഇങ്ങനെ വർഷം തോറും ചില സ്ഥലങ്ങളിലൊക്കെ സഹ കമ്മിറ്റികളൊക്കെ കാണുന്നതിന് വേണ്ടിയൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ഒരിക്കൽ അമൃത്സറിലായിരുന്നു. അമൃത്സറിൽ ചെന്ന് പിന്നെ അവിടുത്തെ സുവർണ ക്ഷേത്രത്തിലേക്ക് കടന്ന് ഞാനും മറ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു ഗൈഡായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പുരോഹിതൻ്റെ പുത്രൻ ഒരു ഹർമീന്ദർ സിംഗിനെ അവിടുന്ന് വെച്ച് തന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ആ ക്ഷേത്രം, എന്തൊരു മനോഹരമായിട്ടുള്ള സുവർണ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മൾ ടെലിവിഷനിലൊക്കെ കണ്ടില്ലേ, ഒരു ഇങ്ങനെ മൂടി പൊതച്ച് ഒരു ജാറം പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിനടുത്തിരുന്ന് പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നിന്ന് അങ്ങോട്ട് എത്തി നോക്കിയിട്ട് കടക്കാതെ ഞാൻ ചോദിച്ചു ഹർമീന്ദർ സിംഗിനോട്, ക്യാൻ ഐ എൻ്റർ ദർ, എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വൈ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ ആം എ മുസൽമാൻ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ല, അയാൾ തലക്കിങ്ങനെ കൈ വെച്ചിട്ട് ഖാദർ സാഹിബ് യേ ടെമ്പിൾ ജിത്ന ഹമാരാ ഹേ ഉത്ന തുമാരാ ഭി ഹേ, എത്ര കണ്ട് ഈ ക്ഷേത്രം ഞങ്ങളുടേതാണോ അത്ര കണ്ട് നിങ്ങളുടേതുമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് സെക്യുലറിസം, ദാറ്റ് ഈസ് വാട്ട് ഈസ് എന്താ പറയുക, റിലീജിയസ് ഹാർമണി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് തന്നെ ഒരു സൂഫി വര്യനായിട്ടുള്ളൊരു മുസൽമാനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളമുണ്ട്. ഇവിടെ ആരും കമ്മ്യൂണലോ കുഴപ്പക്കാരോ വർഗീയവാദികളോ അല്ല. അതൊക്കെ പൊളിറ്റീഷ്യൻസ് ആർ യൂട്ടിലൈസിങ് സച്ച് പീപ്പിൾ എന്നുള്ളതാണ്. നമ്മളതിന് നിന്ന് കൊടുക്കാതെ ഇരിക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വേദഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ഈ സാഹിത്യവും കലയൊക്കെ പറയുമ്പോൾ പുസ്തകം തന്നെയാണ് മതങ്ങൾ അല്ലേ. എല്ലാ മതങ്ങളും ഓരോ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥം തന്നെയല്ലേ സാഹിത്യം, അതിന് രചയിതാവുണ്ട്, അല്ലെങ്കിൽ ദൈവികമാണ്, പിന്നീട് അത് ഒരുമിച്ച് കളക്ട് ചെയ്ത് ഒന്നാക്കിയവരുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും വാസ്തവത്തിൽ ബേസിക്കലി പുസ്തകങ്ങളാണ്, വേദഗ്രന്ഥങ്ങളാണ്. അത് പല മതങ്ങളുടെ പേരിലും പല കാലഘട്ടത്തിലും പല ഭാഷകളിലും അതാത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് വന്നിട്ടുള്ളതെന്ന്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുട്ടേട്ടനെ കുറിച്ച് പറയുമ്പം ആയുർവേദം ചികിത്സയുടെ ഒരു രൂപമായിട്ട് അദ്ദേഹം അതാണ് സ്വീകരിച്ചത്. ആയുർവേദം വേദങ്ങളുടെ ഉപവേദമാണ്. ആ ചികിത്സക്ക് ഇവിടെ മുസൽമാൻ വരാറില്ലേ, ക്രിസ്ത്യാനി വരാറില്ലേ, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും പോകാറില്ലേ. ഇപ്പോൾ വേദമായതുകൊണ്ട് ആർക്കെങ്കിലും അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ. ഭ്രാന്താവുന്നത്, മാനസിക രോഗം വരുന്നതും ജാതി നോക്കിയിട്ടല്ല, കോവിഡ് വരുന്നതും ജാതി നോക്കിയിട്ടല്ല, വാക്സിനേഷൻ ജാതി നോക്കിയിട്ടല്ല, വസ്ത്രങ്ങൾ ജാതി നോക്കിയിട്ടല്ല, ആഹാരം ജാതി നോക്കിയിട്ടല്ല, കഞ്ഞിയും പുഴുക്കുണ്ടെന്ന് പറഞ്ഞു. ഓരോ വിഭാഗത്തിനും ഓരോ കഞ്ഞില്ല, ഓരോ പുഴുക്കില്ല, എല്ലാവർക്കും സെയിം തിങ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഹിയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആയുർവേദം വേദത്തിൻ്റെ ഉപവേദങ്ങളിലൊന്നാണ്. ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥാപത്യവേദം തുടങ്ങിയ, സ്ഥാപത്യവേദത്തിന് ശില്പവേദം എന്നും പറയും. അതിമനോഹരമായ ക്ഷേത്ര സമുച്ചയങ്ങൾ പണിത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാകാത്ത മനോഹരമായ എൻജിനീയറിങ്. ആരാണ് ഇതൊക്കെ നിർമ്മിച്ചത്, എങ്ങനെയാണ് ഇതൊക്കെ വന്നത് എന്ന് അത്ഭുതപ്പെടുന്ന തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, ശ്രീരംഗം, ശുചീന്ദ്രം, രാമേശ്വരം, കുംഭകോണം, മുരുടേശ്വർ, അതുപോലെ ചിതറാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വളർന്ന് വലിയ അതിമനോഹരമായ ക്ഷേത്രങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇന്ത്യയിലല്ല, ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും കംബോഡിയയിലെ അങ്കോർ വാട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ഈ ടെമ്പിളുകൾ, ഈ ക്ഷേത്രങ്ങൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നിർമ്മിതി ആ സ്ഥാപത്യവേദമാണ്. എങ്ങനെ ടൗൺ പ്ലാൻ ചെയ്യാം, എങ്ങനെ ഗ്രാമം ആസൂത്രണം ചെയ്യാം എന്ന് വേദത്തിൽ പറയണം. എങ്ങനെ ആരോഗ്യം ഉണ്ടാക്കാം എന്ന് ആയുർവേദത്തിൽ പറയണം. യുദ്ധതന്ത്രങ്ങൾ എങ്ങനെ പരിശീലിക്കാം, ആയുധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വേറൊരു വേദത്തിൽ പറയാണ്, ഉപവേദത്തിൽ പറയാണ്. ആ വേദങ്ങൾ ഏകം സത് വിപ്ര ബഹുദാ വദന്തി, സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു. ഇവിടെ കീർത്തനയുടെ മനോഹരമായൊരു പ്രാർത്ഥനയോട് കൂടിയാണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഇവിടെ എല്ലാവരും ഉള്ള സ്ഥലത്ത് പ്രാർത്ഥന ആവശ്യമില്ലല്ലോ. അവിശ്വാസികളുണ്ടാവില്ലേ, അവിശ്വാസികൾക്ക് സ്ഥാനമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദൈവനാമത്തിൽ ആരംഭിക്കണമെന്ന് ഭരണഘടനാ അസംബ്ലിയിൽ HV കാമത്ത് എന്ന് പറയുന്ന മെമ്പർ ആവശ്യപ്പെട്ടതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് ഇവിടെ ഭൂരിപക്ഷം ദൈവവിശ്വാസികളായതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങണമെന്നാണ്. നെഹ്റു അംബേദ്കറും പറഞ്ഞത് സാധ്യമല്ലായിരുന്നു. കാരണം എന്താ, ഇവിടെ കുറച്ചാൾക്ക് വിശ്വാസമല്ല, അവർക്കും തന്നെയാണ് ഭരണഘടന, വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദൈവനാമം ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ജനങ്ങളുടെയാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ജനങ്ങളുടെയാണ്. ആ ജനം വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ, ഖുറാനായാലും ബൈബിളായാലും ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഹിന്ദു എന്നുള്ള നാമം തന്നെ ഇന്ത്യൻ അല്ല, ദാറ്റ് ഈസ് പെർഷ്യൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡിസ്പ്യൂട്ട് ഉണ്ടാവും. എന്നാലും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് പേർഷ്യക്കാർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇറാൻ പ്രദേശത്തിൽ, അതാണ് പേർഷ്യ. അപ്പോൾ അവർ പറയണത് ഈ സിന്ധു നദിയുടെ അപ്പുറത്ത് താമസിക്കുന്നവരൊക്കെ ഹിന്ദുവാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ സിന്ധു എന്ന് പറഞ്ഞാൽ പോരെ. സിന്ധു എന്ന് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അവരുടെ ലാംഗ്വേജിൽ സാകാരം ആദ്യം വന്നാൽ ഹാ എന്നാണ് ഉച്ചരിക്കുക. ജപ്പാനിലെ രാജാവ് ഹിരോഹിത്തോ എന്നാണ് രാജാക്കന്മാരുടെ കുടുംബ വംശപ്പേര്. ജപ്പാനിൽ ഹിരോഹിത്തോ. ശരിക്കും അയാൾ സുരോസുത്വമാണ്, സൂര്യസുതനാണ്, സൂര്യപുത്രനാണ്. സൂര്യസുതൻ എന്നുള്ളതിന് സാ പറയാൻ പറ്റാത്തതുകൊണ്ട് ഹിരോഹിത്തോ എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആൾ ആർ ഹിന്ദുസ്. ജിയോഗ്രഫിക്കൽ നെയിമാണത്, അതൊരു റിലീജിയസ് നെയിം അല്ല. ജിയോഗ്രഫിക്കലി ആൾ ആർ ഹിന്ദുസ്. ഈ സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്നവരെ മറ്റുള്ളവരാണ് ഹിന്ദു എന്ന് വിളിച്ചത്. അത് സിന്ധു എന്ന് സാ ഉച്ചരിക്കാതെ വന്നതാണ് എന്ന് ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസികൾ പറയാറുണ്ട് അള്ളാഹു, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമമാണ്, അറബി ഭാഷയിലുള്ളത്. ദൈവത്തിൻ്റെ പേര് അറബി ഭാഷയിൽ പറയുന്നതാണ് അള്ളാഹു. ആ അള്ളാഹു ഏകനാകുന്നു. ആ ഏകനായ ദൈവമാണ് സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, മരിപ്പിക്കുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നു. ഇതാണ് ഖുറാനിക കൺസെപ്റ്റ്. ഒരു ദൈവം, ആ ദൈവം സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, മരിപ്പിക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു, എല്ലാം ആഹാരം കൊടുക്കുന്നു, ഉടമസ്ഥൻ എല്ലാം അദ്ദേഹമാണ്. ആ ഒരു ദൈവമാണ് അല്ലേ? തൈത്തരീയ ഉപനിഷത്തിൽ എന്താ പറയുന്നത്? ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നതുകൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്? ഏതൊന്നിൽ നിന്ന് നമ്മൾ വന്നു, ആ വന്നതുകൊണ്ട് എവിടെ ജീവിച്ചു, പിന്നെ എവിടേക്കാണ് മടങ്ങിപ്പോകുന്നത്, അതാണ് ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മം എന്നുള്ള കൺസെപ്റ്റ് അതെല്ലാ മതങ്ങളിലും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പല മതങ്ങളിലും സമാനമായ സംഗതികൾ ധാരാളമുണ്ട്. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ഞാൻ ഇപ്പോൾ പറയണില്ല, പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എല്ലാ മതങ്ങളും ഒന്നല്ല, പക്ഷേ മതങ്ങളിൽ പലതും സാരാംശത്തിലൊന്നാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞു, പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ട് അലയാതെ അമർന്നിടണം. പല മതസാരവും ഒന്നാണെന്ന് മനസ്സിലാക്കാത്ത പാമരന്മാർ വേറെ വേറെ യുക്തി പറഞ്ഞ് നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആകരുത്, ശാന്തരായിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. ആ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ് മുമ്പേ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ ദൈവമില്ല, ജാതിയില്ല, മതമില്ല എന്ന് പറഞ്ഞ് ബാക്ക് പോകണം. അപ്പോൾ ആളുകൾ ചോദിച്ചിട്ട് എന്തോ ഗുരു ഇങ്ങനെ, അങ്ങയുടെ ശിഷ്യനാണ്, അദ്ദേഹം ദൈവം ഇല്ല എന്ന് പറയണു, നിങ്ങൾ ഒരു ദൈവമെന്ന് പറയണു, ഇത് വലിയ കൺഫ്യൂഷനല്ലേ? അതുകൊണ്ട് അതിന് നിങ്ങളൊരു നടപടി എടുക്കണം അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അയ്യപ്പൻ അങ്ങനെ പറഞ്ഞാലും അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ദൈവം കാണപ്പെടേണ്ടത് പ്രവൃത്തിയിലാണ്, നിൻ്റെ നാവിലല്ല. ദൈവം കാണപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആ ഗുരു പല പ്രതിഷ്ഠകളും നടത്തി. ഈഴവ ശിവനെയാണെന്ന് പറഞ്ഞ് ശിവനെ പ്രതിഷ്ഠിച്ചു പല ക്ഷേത്രങ്ങളിലും. ഒരു സ്ഥലത്ത് പോയപ്പോൾ പ്രതിഷ്ഠയെക്കുറിച്ച് ഭയങ്കര തർക്കമാണ്. ഇവിടെ എന്താണ് പ്രതിഷ്ഠിക്കേണ്ടത്? വലിയ ബഹളം, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുക. ഗുരുവിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഗുരുവിന് മനസ്സിലായി ആൾക്കാർ തമ്മിൽ ലഹളയാണ്. അപ്പോൾ ഗുരു മിണ്ടാതെ എല്ലാവരും സംസാരിക്കണം കേട്ടിരുന്നു. ഗുരു ഒന്നും മിണ്ടാതായപ്പം ബാക്കിയുള്ളവർ സംസാരം നിർത്തി. അങ്ങനെയാണല്ലോ, മൗനം വളരെ വാചാലമായ ഒന്നാണെന്ന് പറയില്ല, അതുകൊണ്ട് എല്ലാവരും സംസാരം നിർത്തി. അപ്പോൾ ഗുരു ചോദിച്ചു, നിർത്തി ചോദിച്ചു, ഞാൻ നിർത്തി.
ഇവിടെ കണ്ണാടി കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൽ ഓം എന്ന് എഴുതി കൊണ്ടുവരണമെന്ന്. കണ്ണാടി കൊണ്ടുവന്ന് ഗുരു അത് പ്രതിഷ്ഠിക്കാൻ പോകുമ്പോൾ ആരാണ്ട് പറഞ്ഞു, ഗുരു അതിൽ ഓമിന് ദീർഘമില്ല, ഓം എന്നുള്ളൂ പറഞ്ഞു. അങ്ങനെയായാലും മതിയ പ്രതിഷ്ഠിച്ച്, അങ്ങനെ ആയാലും മതി. ആ വരിയിലും ആ ദീർഘത്തിലും അല്ല പ്രശ്നം, ദൈവം അവൻ്റെ പ്രവൃത്തിയിലാണ്, ഇല്ലേ? ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തൻ്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പോലെ നാമുമായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നമ്മുടെ ദൈവം സൽഗുണ സമ്പൂർണനായ പിതാവാണ്. അവന് ശത്രുക്കളെ സ്നേഹിപ്പാനാണ് പറഞ്ഞത്, ബന്ധുക്കളെ സ്നേഹിക്കാനല്ല. ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും പരസ്പരം സ്നേഹിക്കാൻ ആർക്കും കഴിയും. ശത്രുക്കളെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ് മത്തായി 5-ാം അധ്യായത്തിൻ്റെ 44-ാം വചനത്തിൽ യേശു പറഞ്ഞത്. ബൈബിൾ എന്താണ്? ദൈവം സൽഗുണ സമ്പൂർണനാണ്. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആയിത്തീരാൻ. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തോട് പൂർണ്ണം ചേർത്താലും പൂർണ്ണം തന്നെ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു. അപ്പോൾ എന്താ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്, പ്രപഞ്ചം ദൃശ്യമാണ്. അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷവും ബ്രഹ്മം പണ്ടെപ്പോലെ പൂർണ്ണം, അവിടെ ഒന്നും കുറഞ്ഞിട്ടില്ല. ഇതേ കൺസെപ്റ്റാണ് എല്ലാ മതവിശ്വാസങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എവിടെയാണ് നമ്മൾ രണ്ടാകുന്നത്? എവിടെയാണ് നമ്മൾ മൂന്നാകുന്നത്? ദൈവം ഒന്നാണെങ്കിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. ദൈവം പലതാണെങ്കിൽ പല മോഡലിലാണ് വരിക. ഇതെല്ലാം ഒരേ മോഡലിലാണ്. കാരണം എന്താ? ഒക്കെ ദൈവം ഒന്നാകുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ, അവരുടെ താല്പര്യങ്ങളൊക്കെ ഒരുപോലെയാണ്. അവർക്കെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ആ പല കാലഘട്ടങ്ങളിലുള്ള പല കൺസെപ്റ്റ് അനുസരിച്ച് പല പ്രവാചകന്മാർ പറഞ്ഞനുസരിച്ച് ജനവിഭാഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സൈഡ് നോക്കിയാൽ വേറൊന്നാണ്. അതും ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ ഹിസ്റ്ററി, ആർക്കിയോളജി, ലിംഗ്വിസ്റ്റിക്, ജനസ്റ്റിക്, അല്ലേ? ഭാഷാശാസ്ത്രം, ജനിതക ശാസ്ത്രം, ഹിസ്റ്ററി, ആർക്കിയോളജി, എല്ലാം കൂടി വെച്ച് നോക്കിയാൽ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം ധാരാളമായിട്ട് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു. ആ പഠനത്തിൻ്റെ ഫലമായിട്ട് അവർ തീരുമാനിച്ചത് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ സാഗ്രോസ് മലയിലെ ഒരു ഗുഹയിൽ നിന്ന് 3 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഫോസിൽ കിട്ടി. അപ്പോൾ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യരുണ്ടായത്. ആഫ്രിക്കയിലാണ് നമ്മളുണ്ടായത്. ആഫ്രിക്കയിൽ നിന്ന് ലോകമെമ്പാടും പരന്നവരാണ്. കലയും സാഹിത്യമൊക്കെ വരുന്നതിന് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ആഹാരം തേടി, പിന്നെയും 10,000 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ആഹാരം തേടി ലോകമാകെ സഞ്ചരിച്ച് നമ്മുടെ പൂർവികന്മാർ നടന്നാണ് പൂങ്കളി എത്തിയത്. അങ്ങനെ നടന്ന് കൃഷി കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ സെറ്റിലായി. അതുവരെ സെറ്റിലായിട്ടില്ല. വി വർ വാക്കിംഗ്, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പൂർവ്വം. എത്ര കിലോമീറ്റർ ഒരാളല്ല നടന്ന്, ആ തലമുറ നടന്നു, അടുത്ത തലമുറ അപ്പുറം നടന്നു, അതിൻ്റെ തലമുറ അപ്പുറം നടന്നു. അന്നിപ്പോൾ ഈ കൃത്യമായിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ചാപ്പാടുണ്ടായിരുന്നു, ലഞ്ച്. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രി വളരെ വൈകാതെ 7 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ചിരുന്നു? ഇല്ല. ആഹാരം കിട്ടുമ്പോഴാണ് കഴിക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ കഴിക്കും. ആരാ ഈ സമയമൊക്കെ പിന്നെ നിശ്ചയിച്ചതാണ്? നമ്മളിപ്പോൾ അതിൽ വേവലാതിപ്പെടും. 1 മണിയായി ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല. ഏത് 1 മണി? നമ്മുടെ പൂർവികന്മാർക്ക് 1 മണിയല്ല, 1 ദിവസമല്ല, 1 മാസം ചിലപ്പോൾ പട്ടിണി കിടന്ന് വേരും മീനും ജീവജാലങ്ങളെയും തേടിപ്പോയി തിന്ന് കുടിച്ചാണ് ഈ ഇതിലെത്തിയത്. പ്രൊഫസർ യുവാൽ നോവ ഹരാരിയുടെ ഹോമോ സാപ്പിയൻസ് വായിച്ചു നോക്കും. അദ്ദേഹത്തിൻ്റെ ഹോമോ ദിയൂസ് വായിക്കും. മനുഷ്യൻ്റെ ചരിത്രം മനസ്സിലാക്കും. ലിംഗ്വിസ്റ്റിക്, ഭാഷ ശാസ്ത്രം എന്ന് പറയുന്നതിന് ഇപ്പോൾ ജർമ്മനിയിൽ പല രാജ്യങ്ങളിലും ഉള്ള ഭാഷകളെല്ലാം നോക്കിയിട്ട് 3 ഭാഷാ ഗ്രൂപ്പുകളെ ആകെ ലോകത്തുള്ളൂ. ഖുർഗൻ ഹൈപ്പോത്തീസിസ് എന്നാണ് അതിന് പറയുക. ആ ഭാഷാ ഗ്രൂപ്പിൽ 3ഉം ഇന്ത്യയിലുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മണിപ്പൂർ, മേഘാലയ, അവിടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ഹിന്ദി, ഇതൊക്കെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അത് ഇൻഡോ പ്രോട്ടോ യൂറോപ്യൻ ലാംഗ്വേജാണ്. ഇവിടെ വേറൊരു ലാംഗ്വേജ്. ഹാരപ്പ മോഹൻജദാരോ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്.
ആ സംസ്കാര കാലത്ത് അവിടെ സംസാരിച്ചിരുന്ന ഭാഷയിൽ എള്ളിന് എള്ള് എന്നാണ് പറഞ്ഞിരുന്നത്. ആ എള്ള് ഇപ്പോൾ കേരളത്തിലുണ്ട്. നമ്മളിവിടെ എള്ളെന്ന് പറയുന്ന സ്ഥാനത്ത് ഹാരപ്പക്കാരെ എള്ളെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെ ഇവിടെ എത്തി? നമ്മൾ വക്കീൽ ശ്രീധരൻ വക്കീലാണ്. വക്കീൽ അറബിയാണ്, മൂപ്പര് തൂവൂരുകാരനാണ്. നമ്മൾ ചോദിച്ചു നോക്കി, പിന്നെ എങ്ങനെ മൂപ്പര് വക്കീലായത്? അപ്പോൾ വക്കീൽ അറബിയാണ്. ജനവാതിൽ പോർച്ചുഗീസാണ്, കസേര പോർച്ചുഗീസാണ്. ഒരുപാട് വാക്കുകൾ മറ്റ് ഭാഷകളിൽ നിന്ന് വന്ന. അതുപോലെ നമ്മളും ഒരാൾ ഞാനാണെന്ന് കരുതണ്ട, നിങ്ങൾ പലതാണ്, നമ്മൾ പലതാണ്, കൂടിച്ചേർന്നാണ്. ഈ കൂടിയിരിക്കുന്ന എല്ലാം മഴ നിലാവിൽ നമ്മളെ DNA പരിശോധിച്ചാൽ മനസ്സിലാവും, കള്ളി മനസ്സിലാവും. മഴ നിലാവിൽ വന്ന എല്ലാ ആളുകളുടെയും DNA പരിശോധിച്ചാൽ എന്താ അറിയും? എത്ര ശതമാനം ആഫ്രിക്കനാണ്, എത്ര കസാക്കിസ്ഥാനാണ്, എത്ര വെസ്റ്റേൺ സ്റ്റെപ്പിൽപ്പെട്ടവരാണ്, എത്ര ഇന്ത്യനാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മിക്സഡാണ്, എല്ലാവരും മിക്സഡാണ്, എല്ലാവരും കലർന്നതാണ്. നമ്മുടെ പൂർവികന്മാർ നടന്ന സമയത്ത് കണ്ട സ്ത്രീകളുമായിട്ട് ഇണ ചേർന്നു. വിവാഹമൊന്നുമില്ല, ഇണ ചേർന്നു, അതിൽ കുട്ടികൾ ജനിച്ചു, കുറേ കുട്ടികൾ മരിച്ചു, ചത്തും കൊന്നും ആഹാരം തേടി നടന്നു പോയി താമസിക്കാൻ പാറയിലൊക്കെ ഗുഹകളിലൊക്കെ കിടക്കുമ്പോൾ അവിടെ ചിത്രങ്ങൾ വരച്ചു. ആ ചിത്രങ്ങൾ ലാംഗ്വേജായി, കലകളായി, സാഹിത്യമായി, നൃത്തങ്ങളുണ്ടായി. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മാനവരാശിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗം. അത് സ്വാഭാവികമായും അതൊക്കെ ഇന്ത്യയിലുണ്ട്, ആ സംസ്കാരങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യയിലെ സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നൃത്തങ്ങളൊക്കെ അവതരിപ്പിക്കും. എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്ഭുതപ്പെടുമായിരുന്നു. ഇങ്ങനെയൊക്കെ കാണിക്കണത് എന്തിനാണ്? ഈ മോഹിനിയാട്ടം, ഭരതനാട്യം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? ഈ മുദ്ര എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടാ മര്യാദക്ക് കൈ ഇങ്ങനെ കാണിച്ചാൽ പറയും, ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യം എന്താണ്? അപ്പം മുദ്രക്കൊരു വലിയ ശാസ്ത്രമുണ്ട് ഇന്ത്യയിൽ നിന്ന്. സരിഗമ പദനീസ സനിതപ മകരീസ ടട്ട എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ സരിഗമ പദനീസ എന്ന് പറയണത്? എന്തിനാണ് സനി ദപ മകരീസ എന്ന് പറഞ്ഞാൽ? ആ ട്യൂണിൽ വേറെ വാക്ക് പറഞ്ഞാൽ പോരെ, പറ്റില്ല. കാരണം എന്താ? അത് സാമവേദത്തിലെ മന്ത്രങ്ങളുടെ ആദ്യ അക്ഷരങ്ങളാണ് സ രി ഗ മ പ ദ നി സ. അപ്പോൾ സാമവേദം. ഞാൻ മലപ്പുറത്ത് ഒരു സംഗീതജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മയിൽ ഒരിക്കൽ പോയപ്പോൾ അവിടെ അവരുടെ പാട്ടൊക്കെ കേട്ട് ഞാനങ്ങനെ ഇരിക്കുമ്പോൾ മഗ്‌രിബിന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, മനോഹരമായ ഒരു ബാങ്ക്. അപ്പോൾ എന്നോട് അതിൽപ്പെട്ട എൻ്റെ സ്നേഹിതൻ ബാബുരാജ് പറഞ്ഞു, അത് ഖാദർ സാഹിബെ സിന്ധു ഭൈരവി രാഗമാണ്, സിന്ധു ഭൈരവി രാഗത്തിലാണ് ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരസ്പരം കലർന്നതാണ്. ആ കലർപ്പ് അതിലൊരു ഒരു കുറവില്ലാത്ത വിധം നമ്മൾ കലർന്ന് നിൽക്കണം എന്നുള്ളതാണ്. കലർന്ന് മുന്നോട്ട് പോകണം, നമ്മളെല്ലാം ഒന്നാണ്. അതാണ് വാസ്തവത്തിൽ മതേതരത്വം, സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോകുന്നില്ല. കലയും സാഹിത്യവും വേദഗ്രന്ഥങ്ങളും ഒക്കെ, ഇതിലെല്ലാം കലയുണ്ട്, സംസ്കാരമുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളുമുണ്ട്. ഈ ഗ്രന്ഥങ്ങളാണ്, സാഹിത്യ ഗ്രന്ഥങ്ങളാണ്. 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്ത് പേർഷ്യൻ ഭാഷയിലാക്കിയത് അക്ബർ ചക്രവർത്തിയാണ്. ഉപനിഷത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പേർഷ്യനാക്കിയത് ധാരാഷുക്കോവാണ്, ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ്, അരംഗസേവിൻ്റെ ബ്രദറാണ്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇറ്റാലിയൻ, ലാറ്റിനിൽ പോയി, പിന്നെ ഇംഗ്ലീഷിൽ പോയി, ഇങ്ങനെ പരന്നു പോവുകയാണ്. മനുഷ്യൻ എവിടെയും നിൽക്കണില്ല, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ വളരെ ഉയർന്ന ഒരു ജീവജാലമാണ്, സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലേ? ആ ജീവജാലങ്ങളെ, എല്ലാ ജീവജാലങ്ങളെയും. അപ്പോൾ ആയുർവേദം പോലുള്ള ചികിത്സയിൽ മനുഷ്യർക്ക് മാത്രമല്ല, വൃക്ഷായുർവേദം എന്ന് വേറൊന്നുണ്ട്. വൃക്ഷായുർവേദം. തൊടുപുഴയിലൊരു മഠത്തിൽ ഞാൻ വലിയൊരു മരം കണ്ടിട്ടുണ്ട്. അതിനൊരു വലിയ പൊത്ത് വന്നു, നല്ലൊരു മനോഹരമായ 100 കണക്കിന് വയസ്സുള്ളൊരു മരമായിരുന്നു. ആ പൊത്തിൽ മരുന്നുണ്ടാക്കി ഒട്ടിച്ച് ഒരു 3 മാസം ചികിത്സപ്പോൾ അവിടെ മുഴുവൻ വീണ്ടും മരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വന്ന രോഗം മാറി. അതാണ് ഇവിടെയും ഈ പൂങ്കുടിൽ മനയുടെ മുറ്റത്തെന്ന് പറയാൻ അത് സന്തോഷമാണ്. അങ്ങനെ നമ്മൾ സെക്കുലറായിരിക്കുക, ജനാധിപത്യപരമായിരിക്കുക. അവനവൻ്റെ ദേശത്തോട് നമുക്ക് പ്രത്യേകമായ മമതയും സ്നേഹവും കടപ്പാടും ബന്ധവും ഒക്കെ ഉണ്ട്, ശരിയാണ്. അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെയാണ്. എല്ലാ സ്ഥലത്തും മനുഷ്യരുടെ വികാരങ്ങളെന്നാണ്, വിചാരങ്ങളെന്നാണ്. കലയും സാഹിത്യവും അതുകൊണ്ട് അതിർത്തികളില്ലാതെ സഞ്ചരിക്കുന്നു, എല്ലാ ഭൂഖണ്ഡങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. കേരളമായാലും അങ്ങനെയാണ്. ഇവിടെ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി,
എന്തെല്ലാം നടന്നു. പറവൂരിലൊക്കെ വലിയ ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ മണ്ണിനടിയിൽ പലതും കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കാം. സംഘം ലിറ്ററേച്ചറിലാണ് കേരളത്തിൻ്റെയൊക്കെ ശരിക്കുള്ള ചരിത്രം ഏറെക്കുറെ വന്നിട്ടുള്ളത്. കുമരിക്കണ്ടം എന്ന് പറഞ്ഞൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു തമിഴ്നാടിനും ശ്രീലങ്കക്കും ഇടയ്ക്ക്. അത് പിന്നെ കടലിൽ അടിഞ്ഞു പോയതാണെന്ന് പറയുന്നത്. അവിടെ ചോള രാജാക്കന്മാർ, ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചരിത്രം നോക്കിയാൽ, നമ്മുടെ ലിറ്ററേച്ചർ, ചരിത്രം, ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ നമ്മൾ ഒരുപാട് സമയം സഞ്ചരിക്കേണ്ടത്. പിന്നെ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ജെൻസി, അതായത് നമ്മുടെ കുട്ടികൾ, ഇവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഞാൻ ഇത് തന്ത വൈബായിട്ടേ അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കരുതിക്കോ. പക്ഷേ അവരോട് നമുക്ക് വലിയ റെസ്പെക്റ്റാണ്. കാരണം അവർക്ക് നമ്മളെക്കാൾ അറിവുണ്ട്, നോ ഡൗട്ട്. അവർക്ക് നമ്മളെക്കാൾ അറിവുണ്ട്. ടീച്ചർ സ്കൂളിൽ 2 കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴേക്ക് അതിൽ 40 കാര്യങ്ങൾ അവർ കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടാവും, ലാപ്ടോപ്പിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി സ്കൂളിനൊക്കെ വലിയ കെട്ടിടമുണ്ടാക്കി അതിൽ 40 പേരെ ഇരുത്തി ഒരു മാഷിട്ട് വൈകുന്നേരം വരെ തൊള്ളാട്ടേണ്ട ഒരു കാര്യമില്ല. കുട്ടികൾ തലേ ദിവസം പോയിട്ട് എന്താ പറഞ്ഞാൽ ആ സംഗതി പഠിച്ച് വന്നിട്ടുണ്ടാവും. നാളെ എന്താണെന്ന് ചോദിച്ചാൽ എന്നാൽ അത് പഠിച്ചിട്ട് അവർ വന്നിട്ടുണ്ടാവും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദേ ആർ ഫാർ ഹെഡ്. നമ്മൾ അതിൻ്റെ എത്രയോ ബാക്കിലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം, സംസ്കാരം, കല, സാഹിത്യം, ഞാൻ നിർത്താം മോന. അപ്പോൾ എന്നുവെച്ചാൽ അങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് അറിയാം, എൻ്റെ സൂചനകൾ അറിയാം. ഈ പ്രസംഗിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ സൂചനകളും. ചെറിയ പ്രസംഗം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, നീണ്ടു പ്രസംഗിക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ ഒരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ടെക്നോളജി, നാനോ ടെക്നോളജി, ബയോ ടെക്നോളജി, അങ്ങനെയുള്ള പല ടെക്നോളജിയും വളർന്നു വന്ന സമയമാണ്, പുരോഗമിച്ചുകൊണ്ട് സമയമാണ്. പക്ഷേ ആ പുരോഗതി ടെക്നോളജി വാല്യൂസ് നഷ്ടപ്പെടുത്തുന്ന തരത്തിലായി പോകുന്നുണ്ട്. കാരണം വി ആർ മിസ്യൂസിങ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണ്. ആ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് മനുഷ്യരെ കൊല്ലാനുള്ള ഉപാധിയായിട്ട് എടുക്കുകയാണ്. അത് മനുഷ്യരെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, അതിലാണ് സാധനം. എല്ലാ വീട്ടിലും ഒരു പെട്ടി രാവിലെ വരാറുണ്ടാവും. ആമസോൺ, ചെറുതോ വലുതോ മക്കൾ ഓർഡർ ചെയ്തൊരു സാധനം വരില്ലേ, നമ്മളെ വീട്ടിലും വരാറുണ്ട്. ആ ആമസോണെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആമസോണിന് അവർ പല സ്ഥലത്തും കമ്പനികളുണ്ട്. ചൈനയിലെ അതിൻ്റെ കമ്പനിയിൽ തന്നെ 60,000 റോബോട്ട്സാണ് വർക്ക് ചെയ്യുന്നത്. 60,000 റോബോട്ട്സ്. എന്തിനാണ് റോബോട്ട്സിന് വെച്ചത്? റോബോട്ട്സിന് വെച്ചാൽ 1 വാഷ്റൂം വേണ്ട, 2 മെറ്റേണിറ്റി ലീവ് വേണ്ട, 3 അവർ യൂണിയൻ ഉണ്ടാക്കില്ല, 4 വൈദ്യുതി വേണം, എന്നാൽ വെളിച്ചം രാത്രിയിൽ ആവശ്യമില്ല. ഒക്കെ അതായാണ് 60,000 റോബോട്ട്സ്. അപ്പോൾ കാലം എവിടെ പോയി? മനുഷ്യർക്ക് എന്തെല്ലാം മാറ്റം വന്നു. അങ്ങനെ നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടക്കാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് കലയിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മാഷ് MA കാരനായിരുന്നു. MA പാസ്സായൊരു മാഷാണ് പാപ്പ എന്നെ പഠിപ്പിക്കുന്നതെന്ന് വീട്ടിൽ പറയാൻ എനിക്ക് വലിയ ഇതായിരുന്നു. ഇന്ന് 8ാം ക്ലാസ്സിലെ കുട്ടി ഡബിൾ MA ആണ്, MD MA ആണ്. 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരേ സമയത്ത് 2 പോസ്റ്റ് ഗ്രാജുവേഷനാണ്. MD ഉണ്ട്, MA ഉണ്ട്. അതിൻ്റെ സമയമാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നത് അന്നത്തെ. ഇപ്പോൾ എത്ര കുട്ടികളാണ് ഡോക്ടർമാർ, എഞ്ചിനീയർ? 35 ലക്ഷം മലയാളി വിദ്യാർത്ഥികൾ വിദേശത്താണ്. ഇവിടെയാണെങ്കിൽ സാഹിത്യം, വായന ഒന്നും മരിച്ചിട്ടില്ല. വായന വ്യാപകമായിരിക്കുകയാണ്. പുസ്തക പ്രകാശനം എന്നും നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് 2 പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു, എനിക്ക് മാത്രം. എത്രയോ വലിയ മികച്ച സാഹിത്യകാരന്മാർക്ക് എത്ര പുസ്തക പ്രകാശനം ഉണ്ട്. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആൺകുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കലയും സാഹിത്യവും നോവലും കവിതകളൊക്കെ വന്ന ഹൈക്കു, അല്ലേ? ഹൈക്കു കവിതകളായിരിക്കും. വീരാൻകുട്ടിയുടെ ഒരു ചെറിയ ഒരു ഹൈക്കു ഇന്നലെ മറ്റോ കണ്ടു. അദ്ദേഹം പറഞ്ഞ് ക്ഷമിക്കണം എന്നാണ് കവിത തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പിന്നെ ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി ക്ഷണക്കത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചപ്പോൾ ഒരബദ്ധം പറ്റി. എന്ത് ചോദിച്ചു? പിന്നെയാണ് ഞാൻ ഓർത്തത് എനിക്ക് വീടില്ലല്ലോ. വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ ഒരുത്തനെ ഭാര്യ പ്രസവിച്ചു പറഞ്ഞ് മെസ്സേജ് വന്ന് ഇട്ടത്. അപ്പോൾ ഉടനെ അവൻ പുറപ്പെട്ടു വന്നു. ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവന് ഓർമ്മ വന്നത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. ഇതേമാതിരിയാണ് കവിതല്ലേ. അതുപോലെ സോമൻ കടലൂരിൻ്റെ നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെയും ദൂരെയുള്ള നിൻ്റെ വീട് തേടി ഞാൻ എത്തിച്ചേരണമെന്നില്ല, എത്തിച്ചേർന്നാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ സാധിക്കണമെന്നില്ല, തൊട്ടാൽ തന്നെയും ഒന്ന് പൊട്ടിക്കരയാനാവണമെന്നില്ല, പൊട്ടിക്കരഞ്ഞാൽ തന്നെയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. നീ മരിച്ചാൽ ഞാനെന്തിനു വരണം? നീ മരിച്ചാൽ അല്ലെങ്കിൽ ഞാനെന്തിനു വരണം? എനിക്കു നീ മരിക്കുന്നില്ലല്ലോ. ഇത്ര മനോഹരമാണ്.
4 വരിയുള്ളൂ. മറ്റതോ പണ്ട് ഉള്ളൂരും പരമേശ്വരയ്യരും കുമാരനാശാനും ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു. ഇതെവിടെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കണം എന്നറിയോ? ഇത് ഒറ്റയടിക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നീ മരിച്ചാൽ ഞാൻ വരേണ്ട കാര്യമല്ല, കാരണം നീ മരിക്കുന്നില്ലല്ലോ. നമ്മളെ കുഞ്ഞുങ്ങളെ എത്ര മുമ്പിലാണ്. നമ്മൾ ചെറുപ്പക്കാർ എത്ര കവിതകളും നോവലുകളും കഥകളൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മനോഹരമായ സാഹിത്യം, കല. ഇവിടെ ആ വിളക്ക് കത്തിക്കാൻ വേണ്ടി നിന്ന കുട്ടികളുണ്ടല്ലേ, 10-12 പേര്, എല്ലാം കുഞ്ഞുങ്ങളാണ് അല്ലേ. വിളക്ക് നിസ്സാര സംഗതിയല്ല കേട്ടോ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നാണ് ബൈബിളിൻ്റെ പഴയ നിയമം. അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം. ഋഗ്വേദത്തിൻ്റെ ആദ്യ ശ്ലോകമാണ്. അഗ്നിയില്ലാതെ വിളക്കില്ലാതെ വെളിച്ചമില്ലാതെ ഒന്നും. അപ്പം മഴയുണ്ട്, നിലാവുണ്ട്. മഴയുണ്ട്, നിലാവുണ്ട്. നിലാവ് വളരെ കുളിർമയേറിയ ഒരു ശാന്തമായ സോഫ്റ്റായിട്ടുള്ള ലൈറ്റാണ്. മഴ അത്യന്താപേക്ഷിതമാണ്. കുളിർനിലാവിലും മഴയൊക്കെ ഒത്തുചേർന്നിട്ടുള്ള ഈ മഴ നിലാവിൽ കുറച്ചു നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇനി ഒരുപാട് പറയണമെന്നുണ്ട്, പക്ഷേ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു സമയക്രമമൊക്കെ പാലിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. താങ്ക് യു ആൾ.